നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്? പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ഒരുപാട് പല രീതിയിലും വേദനിപ്പിക്കുകയും വെറുക്കുകയും അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പെക്റ്റോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറോ ഒന്നും തരാത്ത ആളുകളെ നമ്മൾ ഭയങ്കര ഗാഢമായി ആത്മാർത്ഥമായിട്ട് ഒരുതരം അഡിക്ഷൻ പോലെ നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആൾക്കാരോട് നമുക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും നമുക്ക് തോന്നാറില്ല. കാരണം നമ്മൾക്ക് അവരുടെ അടുത്ത് നമുക്ക് വലിയ വാല്യൂ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ അവരുടെ ആ സ്നേഹത്തിന് നമുക്കൊരു വാല്യൂ തോന്നത്തില്ല. നമ്മൾക്ക് അപ്പോഴും അഡിക്ഷൻ വരുന്നത് ആരോടായിരിക്കും? നമ്മളെടുത്ത് നമ്മളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾക്ക് ഒരു അഡിക്ഷൻ പോലെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതെന്താണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. സ്നേഹം എന്ന് പറയുന്നത് ഒരു തരത്തിൽ വളരെ അഡിക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ ഏത് തരത്തിലുള്ള ഡ്രഗിനേക്കാൾ കൂടുതൽ അഡിക്ഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് ശരിയായ രീതിയിലാണ് നമ്മളിൽ അത് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നത് എങ്കിൽ. അതായത് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഭക്ഷണം, നമുക്ക് ആ ഒരു ഭക്ഷണം സ്ഥിരമായിട്ട് നമ്മൾക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിരിയാണിയോ മന്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ടേസ്റ്റുള്ള ഡെസേർട്ട്സ് നമ്മൾക്ക് ഡെയിലി നമുക്കിത് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഡെയിലി കഴിച്ച് നമുക്കറിയാം ഇന്നിപ്പോൾ കിട്ടും, നാളെ നമുക്ക് കിട്ടും, മറ്റന്നാളും കിട്ടും. അപ്പോൾ നമുക്ക് ആ ബിരിയാണിയോട് അല്ലെങ്കിൽ ആ ഒരു മന്തിയോ അതെന്താണ് വോട്ടെവർ ഇറ്റ് ഈസ്, നമുക്കതിനോട് വലിയൊരു താല്പര്യം. കാരണം നമുക്കറിയാം നാളെ നമുക്കത് കിട്ടും. പകരം ഒരു ഭക്ഷണ സാധനം, അത് എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാങ്ങയുടെ കഷ്ണമാണെന്ന് വിചാരിക്കാം, അത് നിങ്ങൾക്ക് വളരെ ചെറിയൊരു പീസേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇനി എപ്പോഴാണ് അത് കഴിക്കാൻ പറ്റുക നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് വളരെ ചെറിയൊരു പീസ് നിങ്ങൾക്ക് കിട്ടി. പിന്നെ നിങ്ങൾക്കത് കിട്ടുന്ന പിന്നെ എപ്പോഴാണെന്നുള്ളത് കാര്യം ഭയങ്കര അൺസർട്ടൻ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു സംഭവത്തോട് നമുക്ക് ഭയങ്കര ഒരുതരം ഒരു ആർത്തി തോന്നും, അല്ലേ? ഒരു ചെറിയ ഇപ്പം നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ നമുക്ക് ചെറിയൊരു പീസ് ഓഫ് കേക്കോ അല്ലെങ്കിൽ ചെറിയൊരു മിഠായിയുടെ ഒരു പീസോ കിട്ടുമ്പോൾ നമുക്ക് അത് വീണ്ടും കഴിക്കണം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇനി നമുക്കത് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത് വളരെ റെയറായിട്ടുള്ള സാധനമാണ്. അതെപ്പോഴും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കൊതിയായിരിക്കും എങ്ങനെയെങ്കിലും നമ്മൾക്കത് കിട്ടണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഏത് തരത്തിലുള്ള ഭൗതിക വസ്തുക്കളുടെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, അല്ലേ? നമുക്കിപ്പം എപ്പോഴും കാണാൻ പറ്റാത്ത രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഓടിക്കാൻ പറ്റുന്ന ഓടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വണ്ടികൾ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ, ഇപ്പോൾ റിസോർട്ടിലൊക്കെ പോയി നമുക്ക് നിൽക്കാൻ ഇഷ്ടം. കാരണം എന്താണ്? നമുക്ക് അത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾ, ഒരു ഡിഫൻഡർ പോലെയുള്ള കാറൊക്കെ നമുക്ക് ഒരിക്കൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് നേരത്തേക്ക് 5 മിനിറ്റ് ഓടിക്കാൻ നമുക്കൊരു അവസരം കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അത് കിട്ടിയത് തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ വിചാരിക്കും. കാരണം ഇനി അത് നമുക്ക് ആക്സസ് കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. അതേപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലും. സ്നേഹം അഡിക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് അത് വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾക്കതൊരു തരുമ്പോഴാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പെയിൻ ആൻഡ് പ്ലെഷർ തിയറി എന്ന് പറഞ്ഞിട്ട്. ആ തിയറി ഉപയോഗിച്ച് ഈവൻ പൊളിറ്റിക്സിൽ വരെ അത് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ വളരെ വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് സ്നേഹം തരും. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ. പ്ലസ് നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം മുഴുവൻ പെയിൻ തരും. ഈ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെയിൻ കോസ് ചെയ്യുന്ന ആ ആള് തന്നെയാണ് നിങ്ങളുടെ ആ വേദന സംഹാരിയും. ആരാണ്? ഈ പെയിൻ കോസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പെയിൻ ഇല്ലാതെയാക്കാൻ ഇയാളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു സംഭവത്തിനോട് നമ്മൾക്ക് ഭയങ്കരമായ അഡിക്ഷൻ ഫീൽ ചെയ്യും. അതായത് എവിടെ നമ്മൾക്ക് പെയിൻ കോസ് ചെയ്യുന്നോ ആ പെയിൻ കോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ പല ഹോർമോൺസും ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ആ പെയിനെ മാറ്റാനായിട്ട് വരുന്ന ആ ഒരു മെഡിസിൻ വോട്ടെവർ ഇറ്റ് ഈസ്, അതിനോട് നമുക്ക് ഒരു ഭ്രാന്തമായ അഭിനിവേശം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു റിലീഫ് തന്ന ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ആയി മാറും എന്നുള്ളതാണ്.
നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, അയാൾ നിങ്ങൾക്ക് ആവശ്യത്തിലേറെ സ്നേഹവും കെയറും പ്രൊട്ടക്ഷനും ഒക്കെ തരുവാണെന്ന് വിചാരിച്ചു, എപ്പോഴും നിങ്ങൾക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്കതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എപ്പോഴും അവരുടെ ഒരു പ്രസൻസ് അവൈലബിൾ ആണ്, ഓക്കെ, ഹി വിൽ ബി അവൈലബിൾ, ഷീ വിൽ ബി അവൈലബിൾ. നിങ്ങൾക്കത് വാല്യൂ മനസ്സിലാവുന്ന എപ്പോഴാണെന്നറിയോ? ഒരു ദിവസം അവർ ഫോൺ ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നേരം അവർ ഫോൺ ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച അവരെ പറ്റി ഒരു വിവരം ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ അത്ര നാളും കിട്ടിക്കൊണ്ടിരുന്ന ആ സ്നേഹത്തിൻ്റെ വിലയും അതേപോലെ അതിൻ്റെ കംഫർട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് അവരുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു സന്തോഷം എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ആ പൊരി വെയിലത്ത് നിങ്ങൾക്ക് ചൂടി തന്നിരുന്ന കുടയായിരുന്നു അവർ. ആ കുട അവരുന്ന് പോകുമ്പോഴത്തേക്കും നിങ്ങളപ്പോൾ നട്ടുച്ച വെയിലിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോഴാണ് ആ തണലിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ടോക്സിക് ട്രൈറ്റ് ഉള്ള ആൾക്കാർ അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത, ചില ആൾക്കാർ ഇത് ഭയങ്കര ഒരു ഗെയിം പോലെയൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതായത് അവർക്കറിയാം ഇത്ര ഇൻ്റർവെല്ലിനുള്ളിൽ ഇന്ന ആൾക്ക് മെസ്സേജ് ചെയ്യണം, ഇത്ര ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും, കാരണം അവർക്ക് ഈ അഡിക്ഷൻ കോസ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് വരെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? അത്തരത്തിൽ വളരെ ടോക്സിക് ആയിട്ട് നിങ്ങളെ അഡിക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ വരെ, പെയ്ഡ് കോഴ്സസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തുന്ന തരത്തിൽ മനഃപൂർവ്വം ബിഹേവ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചിലർ അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറിയില്ലായിരിക്കും അവരുടെ ബിഹേവിയർ ഇങ്ങനെ അഡിക്ഷൻ കോസ് ചെയ്തിട്ട്, പക്ഷേ അവരങ്ങനെയാണ്. അവർക്ക് ആരുടെടുത്തും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മമതയോ സിമ്പതിയോ സ്നേഹമോ ഒന്നും ഉണ്ടല്ലോ. അവർ ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. സോ അവരത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെയുള്ള ആൾക്കാർ, അതായത് അവരുടെ പ്രസൻസ്, അവരുടെ സംസാരം, അവരുടെ ആ ഒരു സാമീപ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലമതിക്കാനാവാത്തതാണ്. കാരണം എന്താണെന്നറിയോ? അത് ഭയങ്കര റെയറാണ്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ കിട്ടും. അവർ പറയുന്നുണ്ട്, വാക്കുകളിലൂടെ അവർ പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഓക്കെ എന്ന് വെച്ചാൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, എപ്പോഴും സ്നേഹിക്കാൻ പറ്റും? ഒരിക്കൽ ഒരു അമിതാഭ് ബച്ചൻ്റെ ഒരു വീഡിയോയിലും ഇതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ പെയിൻഫുള്ളായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടില്ല, അവരുടെ ഫാമിലിയിൽ എല്ലാവരും കഴിഞ്ഞ്, ഈവൻ ഡ്രൈവറും ഗാർഡനറും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ എന്ന്. അപ്പം അമിതാഭ് ബച്ചൻ വളരെ കെയർലെസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ച് കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. മേ ബി അത് ആക്ച്വലി ഞാൻ പറഞ്ഞാൽ അതൊരു തരം ടോക്സിക് ക്യാരക്ടർ തന്നെയാണ്. നമ്മളുടെ പങ്കാളി നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്ത് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയുള്ളവർ എന്തിനാണ് വിവാഹം പോലെയുള്ള ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾ എന്തിനാണ് വരുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ഒരു ജീവിതം മുഴുവൻ ഒരാളെ പെയിനിൽ കൊണ്ട് നിർത്തിയിട്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ ഒരു തുള്ളി ജലം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുക, ഇന്നല്ലേ നാളെ എന്നെ സ്നേഹിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ്, എന്നിട്ട് ചിലപ്പോൾ വൺസിൻ്റെ വയലൊക്കെ സ്നേഹം കാണിക്കും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഈ അഡിക്ഷൻ സംഭവിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസിൻ്റെ വയൽ മാത്രമായിരിക്കും അവർക്ക് സ്നേഹം കിട്ടുക, വല്ലപ്പോഴും ഒരിക്കൽ. അപ്പോൾ അവർക്ക് എന്താണെന്നറിയോ? ഭയങ്കരമായൊരു അഡിക്ഷൻ ഫീൽ ചെയ്യും. അയ്യോ എന്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇന്ന് നല്ല സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഭയങ്കര സന്തോഷമാവും അവർക്ക്. പക്ഷേ നെക്സ്റ്റ് ഡേ വീണ്ടും പഴയ പോലെയോ? നെക്സ്റ്റ് ഡേ വീണ്ടും അതുപോലെ മൈൻഡ് ചെയ്യാതിരിക്കും, സ്നേഹം കാണിക്കാതിരിക്കും, ഒരുമാതിരി പോലെ ബിഹേവ് ചെയ്യും, ഇഗ്നോർ ചെയ്യും, അതേപോലെ മെസ്സേജസിന് റിപ്ലൈ ചെയ്യത്തില്ല, കോൾസിന് റിപ്ലൈ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭയങ്കര സ്നേഹം കാണിക്കും, പുറത്ത് പോകാം, സിനിമയ്ക്ക് പോകാം, അങ്ങനെ ഇങ്ങനെയാന്ന് പറയും. പിന്നെ കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താണ് ഈ മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇനി അവർ നെക്സ്റ്റ് ടൈം സ്നേഹം. കാരണം എന്താ അറിയോ? ഇതിങ്ങനെ ഒരു ലിമിറ്റഡ് ഇൻ്റർവെല്ലിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചായിട്ട് തന്ന് അഡിക്ഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. ആ അഡിക്ഷൻ അയാൾ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ അതായത് നിങ്ങൾക്കപ്പോൾ അതിനിടയ്ക്ക്, അതായത് ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻ്റർവെൽ പീരീഡ്, ഈ പീരീഡിൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളുണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയ സംഭവമായിരിക്കും ലോ സെൽഫ് എസ്റ്റീം. നിങ്ങൾക്ക് ഫീൽ ചെയ്യും പല രീതിയിൽ, ഈ രീതിയിൽ ഇത്രയും നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ, എനിക്കെന്തെങ്കിലും കുറവുകളുള്ളതുകൊണ്ടാണോ? അപ്പോൾ കാരണം ഒരു മനുഷ്യൻ അവനവൻ എന്തൊക്കെ കുറവുണ്ടെന്ന് അവനവൻ അറിയുള്ളൂ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ തന്നെ എനിക്ക് ഇന്ന കുറവുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത്. അങ്ങനെ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. നമുക്കിതിൻ്റെ എന്താ റീസൺ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. നമ്മളപ്പോൾ പോസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കും, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും അവരെന്തോ, പിന്നെ അവരുടെ ആക്ഷൻസിനെ പറ്റി ചിന്തിക്കും, അവരെ പറ്റി ചിന്തിക്കും.
ചിലപ്പോൾ ഒരു സംശയരോഗി വരെ ആയിപ്പോകും നമ്മൾ. കാരണം നമുക്കറിയില്ല ഇവരെന്താ ചെയ്യുന്നത്. ഇവരുടെ ഒന്നെങ്കിലും യെസ് ഓർ നോ പറഞ്ഞ് നമ്മളുടെ ലൈഫിൽ നിൽക്കുക, അല്ലെങ്കിൽ പോവുക. ഇതല്ലേ ചെയ്യുക. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ. ആൾക്കാരുടെ മുന്നിൽ കാണുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ഒരു ഹസ്ബൻഡ് ഒരു വൈഫ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു തരത്തിലും ഇമോഷണൽ ആയിട്ടോ ഫിസിക്കലായിട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ഭയങ്കരമായിട്ട് നിങ്ങളെ ഈ രീതിയിൽ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന ബിഹേവിയർ ആയിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ സെൽഫ് ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം ഇല്ലാതെയായി തീരും. നിങ്ങളെ തന്നെ വെറുക്കും. നിങ്ങളെ തന്നെ വെറുത്ത് നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ടും നിങ്ങൾ എന്താ പറയുന്നത്, ഓക്കെ എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ സ്നേഹിക്കുന്നത്, പിന്നെ എനിക്കിങ്ങനെയൊക്കെ മതി. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ 1-2 ആൻറ്റീസ് അവരിതുപോലെ അവരുടെ ഹസ്ബൻഡ്സ് ഇതേപോലെ ബിഹേവ് ചെയ്തപ്പോൾ അവർ ആ ടൈമിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാരി ചുറ്റി അങ്ങ് പോകും. കാരണം ആരും നോക്കാനൊന്നും ഇല്ലല്ലോ. ഞാൻ എന്നിട്ട് കുറേ കാലങ്ങളോളം അവരവരുടെ ബോഡി ശ്രദ്ധിക്കാതെ, അവരുടെ സൗന്ദര്യം നോക്കാതെ, അവരുടെ ഹെൽത്ത് നോക്കാതെ അങ്ങനെ പോയിട്ട് പിന്നീട് ഇപ്പോഴൊക്കെയാണ് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരം പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള അഡിക്റ്റീവായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അവരുടെ അടുത്ത് സ്നേഹം, നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഉള്ളിൽ സ്നേഹമുണ്ട്. ഈ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർക്ക് ഭയങ്കരമായ ഒരു സന്തോഷം അവർക്ക് ലൈഫിലുണ്ടായിരിക്കും. കാരണം അവർക്കറിയാം അവരെ സ്നേഹിച്ച് അവരെ കാത്തിരിക്കുന്ന, അവരുടെ ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട്. അവരെ ഒന്നും അങ്ങോട്ട് കൊടുത്തില്ലെങ്കിലും തിരിച്ച് കെയർ ചെയ്യാനും എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ റെഡിയായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കറിയാം. സോ അവരുടെ ലൈഫ് നല്ല സെറ്റപ്പ് ആയിരിക്കും, അവർ ഹാപ്പി ആയിരിക്കും. പിന്നെ നിങ്ങൾ പിന്നെന്താ, നിങ്ങൾ കരയും വിഷമിക്കും, നിങ്ങൾ പരാതി പറയും. അപ്പോൾ അവർക്ക് നിങ്ങൾ ശല്യമായിരിക്കും. എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഭയങ്കര നാഗിങ് ആണല്ലോ, ഭയങ്കര ശല്യമാണ്, എപ്പോഴും ഇങ്ങനെ ഇതാക്കണേ, എപ്പോഴും നിന്നെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, എപ്പോഴും നിൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാനൊരു ബിസി പേഴ്സണാണ്, ഈ രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കും. സോ ദ തിങ് ഈസ്, അവരാണ് നിങ്ങളിൽ ആ അഡിക്ഷൻ. കാരണം ഈ ആൾ ലൈഫിൽ വരുന്നതിന് മുന്നേയും നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, അന്ന് നിങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം ആണ് നമ്മൾക്ക് അവരുടെ പ്രസൻസ് വേണം എന്ന് തോന്നിയത്. ചിലപ്പോൾ അവർ മനഃപൂർവ്വം തന്നെ ചെയ്തായിരിക്കും ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ അവരിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും ഈ പറയുന്ന പോലെ തീറ്റിയിട്ട് തരുന്ന പോലെ കുറച്ച് സ്നേഹം കാണിക്കും, കുറച്ച് നാളെയുമ്പോഴത്തേക്കും ഈ സ്നേഹം ഇല്ലാതെയായി മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരും റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് കുറേ ആൾക്കാർ ഇതിനിടെ മെസ്സേജൊക്കെ അയച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ അവരോടൊക്കെയും പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തു. അവരടുത്തൊക്കെ പറഞ്ഞു തരാനുള്ള കാര്യം ഇതാണ്, ഇതൊരു തരത്തിലുള്ള ടോക്സിക് പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. നിങ്ങൾക്ക് അത്തരത്തിൽ ആൾക്കാരുടെ അടുത്ത് അഡിക്ഷൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണം. അതിന് പുറത്ത് കിടക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ലവ് എന്ന് പറയുന്ന ഒരുതരം എനർജിയാണ്. ആ എനർജി നിങ്ങൾ എത്രത്തോളം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ സ്നേഹിക്കുമ്പോഴല്ല ആൾക്കാർ നിങ്ങളെ അടുത്തേക്ക് വരിക. നിങ്ങൾ എത്രത്തോളം വളരെ വിരളമായി നിങ്ങളുടെ പ്രസൻസ് അവൈലബിൾ ആകുക, അതേപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി വളരെ റെയറായിട്ട് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് അവർക്ക് തോന്നാത്തിടത്തോളം കാലം ഒരു തരത്തിലും നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് സ്നേഹമോ അടുപ്പമോ നിങ്ങൾക്കുണ്ടാവുകയില്ല. അതേപോലെ നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ട് ഞാൻ ഇനിയും മുതൽ ഞാൻ എൻ്റെ സ്നേഹമൊന്നും കാണിക്കത്തില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് നിങ്ങൾ ഫുൾ ടൈം നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരിക്കും, അയ്യോ അവൻ എന്നെ സ്നേഹിക്കണേ, എന്നെ ഫുൾ ടൈം എൻ്റെ കൂടെ നിൽക്കണം. അതുപോലെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യും, പലതരത്തിലുള്ള യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ എന്നെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്നിട്ട് ഭയങ്കരമായിട്ട് അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജി അവന് ഫീൽ ചെയ്യാൻ പറ്റും. ഓർ അവൾക്ക് നിങ്ങൾ പുറമേ സ്നേഹമില്ല എന്ന് പറഞ്ഞെങ്കിലും അവർക്കുള്ളിൽ അവർക്ക് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി ഫീൽ ചെയ്യാൻ പറ്റും. സോ അപ്പോഴെന്ത് പറ്റും, നിങ്ങളിൽ നിന്ന് അവർ കൂടുതൽ അകന്നു പോകുകയേ ചെയ്യുള്ളൂ. സോ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ അഡിക്ഷൻ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും നൈസായിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ആണ് എല്ലാത്തിനും വലുത്. നിങ്ങൾക്ക് ഇഫ് ദേ ആർ നോട്ട് സെർവിങ് യു വിത്ത് ലവ്, കെയർ, പ്രൊട്ടക്ഷൻ, അവിടുന്ന് രക്ഷപ്പെട്ടു പോവുക, ഒഴിവായി പോവുക. നമ്മൾ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യം? എന്താ? ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് ആൾക്കാരെ കിട്ടും. നമ്മുടെ കാര്യങ്ങൾ നോക്കും, മക്കളുണ്ട്, നമ്മളുടെ പാരൻസ് എല്ലാവരും ഉണ്ട്. ഇവരെ നമ്മൾ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നത്. അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് അങ്ങനെ റിലേഷൻഷിപ്പ്? ആവശ്യമില്ല എന്നുള്ള. ഓക്കെ, അതിന് കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.